Hi all. Today we are going to learn a poem by Emily Dickinson because I couldn't stop for death. Before starting line by line explanation, നമുക്ക് എമിലി ഡിക്കിൻസിനെ കുറിച്ച് നോക്കാം. Her original name is Emily Elizabeth Dickinson, okay, and born on December 10, 1830 and died on May 15, 1886. She was an American poet, not married, and her character is eccentric and lived in isolation. Eccentric means മാനസിക നില തെറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് ഷീ ലിവ്ഡ് ഇൻ ഐസൊലേഷൻ, വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഓക്കെ, ഹെർ ഓൺലി പബ്ലിക്കേഷൻ ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം വേർ വൺ ലെറ്റർ ആൻഡ് 10 ഓഫ് ഹെർ നിയർലി 1800 പോയിംസ്. ആൻഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ ഉണ്ട്, 1800 പോംസ് ഉണ്ട്. ഓക്കെ, her poems were unique. They contained short lines, lacked titles, unconventional capitalization and punctuations. ബാക്കിയുള്ള റൈറ്റേഴ്സിൻ്റെ പോലെ അല്ല എമിലി ഡിക്കൻസ്. ഒരു യുണീക്ക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആയിരുന്നു. ഷോർട്ട് ലൈൻസ് ആയിരിക്കും പോയത്തിൽ, ആൻഡ് ലാക്ക് ടൈറ്റിൽസ് ഒന്നും കാണൂല. ഇത് എമിലി ഡിക്കൻസിൻ്റെ പോയത്തിലെ ഫസ്റ്റ് ലൈൻ ആയിരിക്കും അവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അൺകൺവെൻഷണൽ ക്യാപിറ്റലൈസേഷൻ, ഇഷ്ടമുള്ളിടത്തൊക്കെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ആൻഡ് പങ്ക്ച്വേഷനും അതേപോലെ ഇഷ്ടമുള്ളിടത്തൊക്കെ കുത്തിടുക, ഡാഷ് ഇടുക. ഇതൊക്കെയായിരുന്നു എമിലി ഡിക്കൻസൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. മെനി ഓഫ് ഹെർ പോംസ് ഡീൽസ് വിത്ത് ദ തീം ഓഫ് ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഡെത്തിനെ കുറിച്ചും ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചൊക്കെ ആയിരുന്നു എമിലി ഡിക്കൻസൺ എപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് കമ്മിങ് ടു ദ പോം ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ദിസ് പോം ഹാസ് 6 stanzas, 4 lines in each stanza. ഓക്കെ, 6 stanza. ഇത് ലാസ്റ്റ് ഇയർ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൗ മെനി സ്റ്റാൻസാസ് വെയർ ഇൻ ദ പോം ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. 6 സ്റ്റാൻസാസ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ. ആൻഡ് ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആയിരുന്നു വരുന്നത്. ദാറ്റ് ഈസ് 24 line പോം. ഇതൊരു ലിറിക്കൽ പോമാണ്. ലിറിക്കൽ പോം ബൈ എമിലി ഡിക്കൻസൺ. തീം ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഡെത്തും ഇമ്മോർട്ടാലിറ്റി ആയിരുന്നു ഇതിൻ്റെ തീം. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ് ഈ പോം പോകുന്നത്. ഫസ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഐ അതൊരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. ഇവിടെ സ്പീക്കർ എന്ന് പറഞ്ഞ ഒരു വുമൺ ആണ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഡെത്ത്. അവരുടെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി ഇൻ പോം സീരീസ് 1 in 1890. Poems assembled and edited by her friends Mabel Loomis Todd and Thomas Wentworth Higginson. ഫസ്റ്റ് പബ്ലിക്കേഷൻ മരണശേഷമാണ് നടത്തിയത്. ഫസ്റ്റ് പബ്ലിക്കേഷൻ 1890 ഈ പോംസ് എമിലി ഡിക്കൻസിൻ്റെ പോംസ് എല്ലാം അസംബിൾ ചെയ്യുകയും എഡിറ്റ് ചെയ്തതെന്നത് ഹെർ ഫ്രണ്ട്സ് മേബൽ ലൂമിസ് ടോഡ് ആൻഡ് തോമസ് വെൻവർത്ത് ഹിഗിൻസൺ ആണ്. ഓക്കെ, ദ പോം വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ ടൈറ്റിൽ ദ ചാരിയോട്ട്. ഈ ദ ചാരിയോട്ട് എന്ന് പറഞ്ഞ ആ ടൈറ്റിലിൻ്റെ കീഴിലായിരുന്നു ഈ പോം പബ്ലിഷ് ചെയ്തിരുന്നത്. The speaker of Dickinson's poems meet personified death. Death is a gentleman who is riding in the horse carriage that picks up the speaker in the poem and takes the speaker on her journey to the afterlife. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ സ്പീക്കറുണ്ട്. സ്പീക്കർ മീൻസ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആയിരുന്നു. ഇവിടെ ഒരു വുമൺ ആണ് സ്പീക്കർ. സ്പീക്കർ ഓഫ് ഡിക്കൻസ് പോംസ് മീറ്റ് പേഴ്സോണിഫൈഡ് ഡെത്ത്. ഡെത്തിന് ഇവിടെ പേഴ്സോണിഫൈ ചെയ്തേക്കുവാണ്. ഡെത്തിനൊരു ജീവൻ നൽകി ആനിമേഷൻ നടക്കി. പേഴ്സോണിഫിക്കേഷൻ അറിയാമല്ലോ, നമുക്ക് ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവനുള്ളതുപോലെ സങ്കല്പിക്കുക. അങ്ങനെ ഇവിടെ ഡെത്തിനെ സങ്കല്പിച്ചിരിക്കുന്നു. ഡെത്ത് ഈസ് എ ജെൻറ്റിൽമാൻ. ഇവിടെ പറയുന്നത് ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തേക്കുന്ന ഒരു ജെൻറ്റിൽമാൻ ആയിട്ടാണ്. ഹു ഈസ് റൈഡിങ് ഇൻ ദ ഹോഴ്സ് ക്യാരേജ് ദാറ്റ് പിക്സ് അപ്പ് ദ സ്പീക്കർ ഇൻ ദ പോം. ഒരു ഹോഴ്സ് ക്യാരേജ് റൈഡ് ചെയ്തിരുന്ന ഒരു ജെൻറ്റിൽമാൻ ആയിട്ടാണ് ഇവിടെ ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പിക്സ് അപ്പ് സ്പീക്കർ ഇൻ ദ പോം ആൻഡ് ടേക്സ് ദ സ്പീക്കർ ഓൺ ദ ജേർണി ടു ആഫ്റ്റർ ലൈഫ്. ഇവിടെ സ്പീക്കറിനെയും കൂടെ തൻ്റെ ജേർണിയിൽ ഡെത്ത് കൊണ്ടുപോവുകയാണ് ടു ദ ആഫ്റ്റർ ലൈഫിലേക്ക്. ഓക്കെ, the poet's persona speaks about death and afterlife, the peace that comes along with it without haste. Okay, she personified death as a young man riding along with her in the carriage. As she goes through the afterlife, she breathes of her past life
വൈൽ ഷീ വാസ് സ്റ്റിൽ അലൈവ്. ഈ യാത്രയിൽ സ്പീക്കറിൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു പോത്തിൻ്റെ ലൈൻ ബൈ ലൈൻ സ്റ്റാൻസ് നോക്കാം. ഈ ഒരു പോത്തിൽ ഡെത്തിനെ എമിലി ഡിക്കൻസൺ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു വേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഒരു ഫ്രണ്ടിനെ പോലെ വളരെ കാമായിട്ടാണ് എമിലി ഡിക്കൻസൺ ഡെത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. നൗ നമുക്ക് ഫസ്റ്റ് ആൻസർ നോക്കാം. ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ, ദി ക്യാരേജ് ഹേൾഡ് ബട്ട് ജസ്റ്റ് അവർ സെൽസ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഈ ഒരു സ്റ്റാൻസയിൽ എമിലി ഡിക്കൻസൺ പറയുന്നത് സ്പീക്കർ, അതായത് ഡിക്കൻസൺ ആണ്, ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. സ്പീക്കർ ഡിഡൻറ്റ് ഹാവ് എ ചോയ്സ് അബൌട്ട് വെൻ ഷീ വാസ് ടു ഡൈ, എന്നാണ് മരിക്കാൻ പോകുന്നതെന്നൊരു ചോയ്സ് ഇല്ല സ്പീക്കറിന്. ഇവിടെ ബിക്കോസ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടോ? ഈ ഒരു ബിക്കോസ് എന്ന് പറഞ്ഞൊരു വേർഡ് കാണിക്കുന്നത് ആരോ ചോദിച്ച ഒരു ചോദ്യത്തിന് റിപ്ലൈ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കാം ഈ ഒരു പോം എന്ന് പറയുന്നത്. ആരോ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു റിപ്ലൈ കൊടുക്കുന്നതായിട്ടാണ് ഈ ഒരു പോം കാണിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്, ഇവിടെ എല്ലാം ഒരു ഡാഷ് ഉണ്ട്. ഈ ഒരു എമിലി ഡിക്കൻസൻ്റെ സ്റ്റൈലാണ്, റൈറ്റിംഗ് സ്റ്റൈലാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ലൈൻ നെക്സ്റ്റ് ലൈനുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഡാഷ് വഴി കാണിക്കുന്നത്. ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈനും തമ്മിൽ കണക്റ്റഡ് ആണ്. പിന്നെ ഡിക്കൻസൺ പറയുന്നത് മരണം നമ്മളെ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പം വുമൺ ആണെങ്കിൽ ദേ ആർ ബിസി വിത്ത് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുക, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരണം വന്ന് വിളിക്കുമ്പോൾ നമുക്ക് എത്ര തിരക്കുണ്ടായാലും നമുക്ക് ഡെത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. ഇവിടെ ഡിക്കൻസൺ ആണെങ്കിൽ ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്യുന്നത് ഒരു ജെൻറ്റിൽമാൻ സ്യൂട്ടറായിട്ടാണ് ഡെത്തിനെ എമിലി ഡിക്കൻസൺ പേഴ്സോണിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഓരോ ലൈനിൽ ഇപ്പോൾ ഡെത്തിനൊക്കെ ഡി കണ്ടോ, ഡി ക്യാപിറ്റലാണ്. ഈ ഡി ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെത്തിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലൊക്കെ എമിലി ഡിക്കൻസൺ അതിനൊരു ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഡാഷ് ആണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ തമ്മിലുള്ളൊരു കണക്ഷനാണ് കാണിക്കുന്നത്. ആൻഡ് ഈ തേർഡ് ലൈൻ നോക്കൂ, ദി ക്യാരേജ് ഹേൾഡ് ബട്ട് ജസ്റ്റ് അവർ സെൽഫ്സ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ സ്പീക്കർ ആൻഡ് ഡെത്ത് ഇവർ രണ്ടുമാണ് ക്യാരേജിലുള്ളത്. ആൻഡ് ഫോർത്ത് ലൈൻ വരുമ്പോൾ അവിടെ എ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇപ്പം സ്പീക്കറും ഡെത്തും പിന്നെ അതിലേക്ക് ആരുണ്ട്, ഇമ്മോർട്ടാലിറ്റിയും കൂടെ ആഡ് ചെയ്തേക്കുന്നു. അന്നേരം ഇപ്പം 3 പേരാണ്, 3 people ഇൻ ദ ക്യാരേജ്. ആരൊക്കെയാണ്? സ്പീക്കർ, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. Dickinson immediately lets the readers know that the poem is going to about death. പോയം ഡെത്തിനെ കുറിച്ചാണെന്ന് എമിലി ഡിക്കൻസൺ പറയുന്നുണ്ട്. ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് immediately assumes the speaker is giving some sort of an explanation to an argument. അത് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആരോ ചോദിച്ച ചോദ്യത്തിന് ഒരു റിപ്ലൈ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ദിസ് മേക്സ് ദ പോം സീംസ് ആക്റ്റീവ് ആൻഡ് എലൈവ്. ഈ ഒരു ഫസ്റ്റ് ലൈൻ തന്നെ മേക്സ് ദ പോം ആക്റ്റീവ് ഓർ എലൈവ്. ആരോ കൊടുക്കുന്ന ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു പോം വരുന്നത്. അത് തന്നെ ഈ ഒരു പോത്തിനെ ഒരു ആക്റ്റീവായിട്ട് വെക്കുന്നു. ആൻഡ് stating that she couldn't stop for death means that the speaker didn't have a choice about when she was to die. എന്നാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സ്പീക്കറിന് അറിയത്തില്ല. ഡിക്കൻസൺ പേഴ്സോണിഫൈ ഡെത്ത് ആസ് എ ജെൻറ്റിൽമാൻ സ്യൂട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജെൻറ്റിൽമാൻ സ്യൂട്ടറായിട്ടാണ് ഡിക്കൻസൺ ഡെത്തിനെ കാണിക്കുന്നത്, പേഴ്സോണിഫൈ ചെയ്യുന്നു. ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ ആനിമേറ്റ് ചെയ്യുന്നു, അതിന് ജീവനുള്ളതായിട്ട്, ഒരു ജീവനില്ലാത്ത വസ്തുവിന് ജീവനുള്ളതായിട്ട് സങ്കല്പിക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ. ആൻഡ് ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ കണ്ടു. സെക്കൻഡ് ലൈൻ നോക്കി, ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ.
ദിസ് ലൈൻ എസ്റ്റാബ്ലിഷ് ദ ടോൺ ഓഫ് മോസ്റ്റ് ഓഫ് ദ പോയം, വൺ ഓഫ് ദ കാം അക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത്. ഡെത്തിനെ വളരെ കാമായിട്ടാണ് എമിലി ഡിക്കൻസൺ കാണിക്കുന്നത്. ഓക്കെ, ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ, ഡെത്ത് കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. വളരെ കാമായിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ് ഡെത്തിനോട്. ഓക്കെ, ഡെത്ത്, പോയറ്റ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എൻറ്ററിങ് ദ ക്യാരേജ്. ക്യാരേജ് ഓടിക്കുന്നത് ആരാണ്? ഇവിടെ ക്യാരേജ് ഓടിക്കുന്ന വ്യക്തി ഡെത്താണ്. ഓക്കെ, ക്യാരേജ് ഓടിക്കുന്നത് ഡെത്താണ്. ഇമ്മോർട്ടാലിറ്റിയുടെ ലോകത്തേക്ക് സ്പീക്കറിനെ കൊണ്ടുപോകുന്നു. ഇമ്മോർട്ടാലിറ്റിയുടെ വേൾഡിലേക്ക് സ്പീക്കറിനെ കൊണ്ടുപോകുന്ന പോലെയാണ് കാണിക്കുന്നത്. ക്യാരേജ് ഓടിക്കുന്ന വ്യക്തി ഡെത്താണ്. ആൻഡ് ഇമ്മോർട്ടാലിറ്റിയുടെ വേൾഡിലേക്ക് ഡെത്ത് പോയിറ്റിനെ കൊണ്ടുപോകുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് സ്പീക്കർ ആൻഡ് ഡെത്ത് സ്ട്രെങ്തൻ ത്രൂ ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഒരു ക്യാപിറ്റൽ ലെറ്ററിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എമിലി ഡിക്കൻസൺ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡെത്തിൻ്റെ ഡി ക്യാപിറ്റലാണ്, ഇമ്മോർട്ടാലിറ്റിയുടെ ഐ ക്യാപിറ്റലാണ്. ഓക്കെ, ഇവിടെ ക്യാരേജ് അല്ലെങ്കിൽ രഥം ഓടിക്കുന്നത് ഡെത്താണ്. ഇപ്പം ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് 3 പീപ്പിൾ ക്യാരേജിലുണ്ട്. ആദ്യം സ്പീക്കറും ഡെത്തും ആയിരുന്നു, പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഇമ്മോർട്ടാലിറ്റിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലീസ് പേ അറ്റൻഷൻ ടു ദ ലൈൻ ബ്രേക്ക് ഹിയർ. ഓക്കെ, ലൈൻ ബ്രേക്ക് ഉണ്ട്. ലൈൻ 3 says ഇറ്റ്സ് ജസ്റ്റ് ഹെർ ആൻഡ് ഡെത്ത് ഇൻ ദ ക്യാരേജ്. ഈ തേർഡ് ലൈനിൽ പറയുന്നത് ഇറ്റ്സ് സ്പീക്കർ ആൻഡ് ഡെത്ത് ഇൻ ദ ക്യാരേജ്. ആൻഡ് ഫോർത്ത് ലൈനിലാണ് പറയുന്നത് ഇമ്മോർട്ടാലിറ്റിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ആഫ്റ്റർ ദിസ് ഔട്ട്സോപ്സ് കഴിഞ്ഞൊരു ബ്രേക്കാണ് അല്ലേ, അത് കാണിക്കുന്ന ഒരു സസ്പെൻസ് ആണ്. അണ്ടിൽ വി റീഡ് ദ ഫോർത്ത് ലൈൻ, അന്നേരമാണ് മനസ്സിലാവുന്നത് ഇമ്മോർട്ടാലിറ്റിയും കൂടെ ഈ ക്യാരേജിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്ന്. ഓക്കെ, ആൻഡ് ഡിക്കൻസൺ ഓഫൻ ക്യാപിറ്റലൈസ് നൗൺ ആൻഡ് ഷീ മൈറ്റ് ഹാവ് ക്യാപിറ്റലൈസ് carriage, ourself, immortality for emphasis. By capitalizing carriage, she makes it more specific and important. Okay, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെത്ത്, ക്യാരേജ്, അവർ സെൽഫ്, ഇമ്മോർട്ടാലിറ്റി, പിന്നെ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ, ഈ ലൈൻ്റെ കണ്ടിന്യൂഷൻ ആണ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഡാഷ് ഇട്ടേക്കുന്നത്. ആൻഡ് ദ ചാരിയോട്ട് പറഞ്ഞു നമ്മൾ, ചാരിയോട്ടാണ് പോയിറ്റിനെ മരണത്തിൽ നിന്ന് എറ്റേണൽ വേൾഡിലേക്കും കൊണ്ടുപോകുന്നത്. ഡിക്കൻസൺ പറയുന്നത് ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള രക്ഷപ്പെടലാണ് ഡെത്ത് എന്നാണ്. അങ്ങനെയാണ് എമിലി ഡിക്കൻസൺ പറയുന്നത്. ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനമായിട്ടാണ് ഡെത്തിനെ എമിലി ഡിക്കൻസൺ കാണുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റാൻസ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻസ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. വി സ്ലോലി ഡ്രോ, he knew no haste, and I had put away my labor and my leisure too for his civility. ഈ ഒരു സ്റ്റാൻസ പറയുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ സ്ലോലി ഗെറ്റിംഗ് ടു വെയർ എവർ ദേ ആർ ഗോയിങ്. അവർ പോകുന്നിടത്തോട്ട് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹി നോ ഹേസ്റ്റ്. ഓക്കെ, ഒരു തിരക്കിൻ കൂട്ടൻ്റെയും ആവശ്യമില്ലെന്ന് അറിയാം. ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇവിടെ വിയിൽ നിന്ന് ഹീലോട്ടൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താ, ഈ ഒരു സെയിം ലൈനിൽ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ വിചാരിക്കും സ്പീക്കറാണ്, അതായത് എമിലി ഡിക്കൻസൺ ആണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേസ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. പക്ഷേ ഡിക്കൻസൺ ക്വിക്ക്ലി റിമൈൻഡ് us ദാറ്റ് ഹീസ് ദ വൺ ഹു കൺട്രോൾ എന്ന് പറഞ്ഞാൽ എമിലി ഡിക്കൻസൺ അല്ല, he is the one, that is death is the one who is controlling the carriage. ഓക്കെ, അന്നേരം ആ ഒരു സിറ്റുവേഷൻ എമിലി ഡിക്കൻസൺ അല്ല കൺട്രോൾ ചെയ്യുന്നത്, ഡെത്ത് ആണെന്ന് ഡിക്കൻസൺ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹി ഈസ് ദ വൺ ഇൻ കൺട്രോൾ ആൻഡ് ദാറ്റ് ദ സ്പീക്കർ ജസ്റ്റ് അലോങ് ഫോർ ദ റൈഡ്. സ്പീക്കർ കൂടെ പോകുന്നതേ ഉള്ളൂ. ഹി ഈസ് ദ വൺ ഹു ഈസ് കൺട്രോളിങ് ദ സിറ്റുവേഷൻ എന്നാണ് എമിലി ഡിക്കൻസൺ പറയുന്നത്. While we have already established that the speaker is not afraid of death, this slow pace creates a drone of suspense. സ്പീക്കറിന് ഡെത്ത് ഒരു
ഡെത്തിന് ഭയമില്ലെന്നാണ് പറയുന്നത്, പക്ഷെ ഒരു സസ്പെൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഡെത്ത് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും അല്ലേ? അങ്ങനെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ എമിലി ഡിക്കൻസിനായി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ലൈൻ ദാറ്റ് മീൻസ് ആൻഡ് ഐ പുട്ട് അവേ മൈ ലേബർ ആൻഡ് മൈ ലേഷർ ടു. ഈ ഒരു ലൈൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷി ഹാസ് ഗീവൺ അപ്പ് ഹർ വർക്ക് ആൻഡ് ഫ്രീ ടൈമും വർക്കും എല്ലാം, തൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ഫ്രീ ടൈം എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഡെത്തിൻ്റെ കൂടെ നമ്മുടെ നറേറ്റർ ഓർ എമിലി ഡിക്കൻസൺ പോകുന്നത്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ലൈൻ, മൈ ലേബർ ആൻഡ് മൈ ലേഷർ ടു ഫോർ ഹിസ് സിവിലിറ്റി. ഇവിടെ സിവിലിറ്റി എന്ന് പറയുന്നാൽ പൊളൈറ്റ്നസ് എന്നാണ്. ഇവിടെ ഡെത്ത് വളരെ പൊളൈറ്റായിട്ടാണ് കാരേജിലേക്ക് എമിലി ഡിക്കൻസിനെ ക്ഷണിക്കുന്നത്. സോ ദ സ്പീക്കർ സേസ് ദാറ്റ് this last line, this shows that the speaker thinks of death as a gentleman. വളരെ ഒരു ജെന്റിൽമാൻ്റെ രീതിയിൽ വളരെ പൊളൈറ്റായിട്ടാണ് ഡെത്ത് എമിലി ഡിക്കൻസിനെ, അതായത് സ്പീക്കറിനെ ആ ക്യാരേജിലേക്ക് ക്ഷണിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഈ സ്റ്റാൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സ്റ്റാൻസ് ഓൾസോ. Okay, next stanza. We passed the school where children strove at ruckers in the ring. We passed the field of gazing grain. We passed the setting sun. ഈ ഒരു സ്റ്റാൻസ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ 3 കാലഘട്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു 3 സ്റ്റേജസ് ഓഫ് അവർ ലൈഫ് ടൈം. ഓക്കെ, അതായത് ദ സ്കൂൾ, ഇത് കാണിക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വി പാസ് ദ ഫീൽഡ് ഓഫ് ഗേസിങ് ഗ്രെയിൻ, ഇത് കാണിക്കുന്നത് അഡൽട്ട്ഹുഡ്. നെക്സ്റ്റ് വൺ, വി പാസ് ദ സെറ്റിംഗ് സൺ, ഇതെന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ആണ് സൂചിപ്പിക്കുന്നത്. ഓൾഡ് ഏജ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് അവരുടെ യാത്ര ഇങ്ങനെ വളരെ സ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാരേജിൽ. ഓക്കെ, അങ്ങനെ അവരുടെ സ്ലോയിലുള്ള യാത്രയിൽ സ്കൂൾ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബ്രേക്ക് ടൈമാണ്. റക്കസ് മീൻസ് ബ്രേക്ക് ടൈം. ഓക്കെ, അവിടെ ബ്രേക്ക് ടൈമാണ്. സ്കൂൾ പാസ് ചെയ്തപ്പോൾ അവിടെ ബ്രേക്ക് ടൈം നടക്കുകയാണ്. അത് ഈ കളിക്കുന്ന ടൈമിൽ അവിടെ ഒരു ബ്രേക്ക് ടൈം ആണല്ലോ, അവർ അന്നേരം ഗെയിംസ് കളിക്കുകയാണ്. ഇൻ ദ റിങ്, നമുക്കത് സൂചിപ്പിക്കുക ഒരു മെറ്റഫറായിട്ട്. റിങ്ങ റോസസ് ഒരു ഗെയിം ഉണ്ടല്ലോ. ഈ കളിക്കുന്ന ടൈമിൽ അവർ ജോയ് ഹാപ്പിനെസ് ആണെങ്കിൽ തന്നെ അവർക്ക് അവിടെ ഒരു ടെൻഷനുണ്ട്. ബിക്കോസ് ആരായിരിക്കും സ്കോർ ചെയ്യുക, ആ ഒരു സ്ട്രെസ് എപ്പോഴും ചിലരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, സോ ആ സ്കൂൾ പാസ് ചെയ്യുന്നത് വഴി ആ സമയത്ത് സ്ട്രെസ്സ് മറികടന്നാണ് നമ്മുടെ ഡിക്കൻസൺ അവിടെ ക്യാരേജിലിരിക്കുന്നത്. ഓക്കെ, ആ ചാരിയോട്ടിൽ ഇരിക്കുന്നത് ആരാണെന്ന് ചാരിയോട്ട് റൈഡ് ചെയ്യുന്നത് ഡെത്താണ്. ഓക്കെ, ഡെത്ത് ഇവിടെ പേഴ്സോണിഫൈ ചെയ്തേക്കാണ് ഡെത്തിനെ. ഓക്കെ, അങ്ങനെ ആ ഫസ്റ്റ് കാലഘട്ടം അവർ പാസ് ചെയ്യുന്നു. വി പാസ് ദ സ്കൂൾ വെയർ ചിൽഡ്രൻ സ്ട്രോവ് അറ്റ് റക്കേഴ്സ് ഇൻ ദ റിങ്. അവിടെ അവർ ബ്രേക്ക് ടൈമിൽ പിള്ളേർ അവിടെ സ്റ്റുഡൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ റിങ് മീൻസ് റിങ്ങ റോസസ് ഒരു ഗെയിം ഉണ്ടല്ലോ, അത് നമുക്ക് ആലോചിക്കാം. ഒരു മെറ്റഫറായിട്ട് അതിനെ നമുക്ക് കാണാം. ഓക്കെ, മെറ്റഫറായിട്ട് കാണാം. നെക്സ്റ്റ്, we pass the field of gazing grain means the field of grain symbolizes work. Field of grazing grain symbolizes work. അവരുടെ വർക്ക് അല്ലെങ്കിൽ ലേബർ, ഹെർ ലൈഫ്സ് വർക്ക്, അവരുടെ ജീവിതത്തിലെ വർക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഫീൽഡ് ഓഫ് ഗേസിങ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെറ്റിംഗ് സൺ സിഗ്നിഫൈസ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇത് സിഗ്നിഫൈസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഡേ ഓർ ലൈഫ്. ഓക്കെ, അതാണ് ഇവിടെ സെറ്റിംഗ് സൺ സിംബോളിസൈസ് ചെയ്യുന്നത്. ദെൻ ദ റിപ്പീറ്റഡ് ഫേസ് വി പാസ്ഡ്. ഓക്കെ, ദിസ് മീൻസ് ഇത് സിംബോളൈസ് ചെയ്യുന്നത്
സ്ലോ പ്രോഗ്രഷൻ ഓഫ് ക്യാരേജ് ഇങ്ങനെ സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ സ്റ്റേജ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വി പാസ്ഡ് എന്ന് പറഞ്ഞ് സിമ്പിളൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ വി പാസ്ഡ് എന്ന് പറയുന്നത് ഇതൊരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് അനഫോറ. ഓക്കെ, അനഫോറ, റിപ്പീറ്റഡ് യൂസ് ഓഫ് ഫ്രേസിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. അനഫോറ. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റാൻസ പറയുന്നത്. ഈ ഒരു സ്റ്റാൻസ കാണിക്കുന്നത് ഒരു ലൈഫ് ടൈമിലെ 3 സ്റ്റേജസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ചൈൽഡ്ഹുഡ്, പിന്നെ കാണിക്കുന്നത് അഡൽട്ട്ഹുഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓൾഡ് ഏജ്. അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് അഡൽട്ട്ഹുഡ് കാണിക്കുന്നത്. ആൻഡ് വി പാസ്ഡ് എന്ന് പറഞ്ഞ ഫ്രേസ് റിപ്പീറ്റഡ് ഫ്രേസ് ആണ്. അതിന് പറയുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് അനഫോറ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റാൻസിൽ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ആൻസർ, or rather he passed us the dews, drew querying and chill, for only gossamer my gown, my tippet only tool. ഈ ഒരു സ്റ്റാൻസ ഇതൊരു റെട്രിക് ക്വസ്റ്റ്യൻ ആണ്. റെട്രിക് ക്വസ്റ്റ്യൻ മീൻസ് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ജസ്റ്റ് എ ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. ആരെയാണ് മറികടന്ന് പോയത്? ഇവിടെ സണ്ണാണ്. ഹീ മീൻസ് സൺ. ഞാൻ സണ്ണിനെ മറികടന്നോ അതോ സൺ എന്നെ മറികടന്നോ? സൺ മീൻസ് ഹീ ഈസ് ദ സൺ. ഓക്കെ, ഇതൊരു റെട്രിക് ക്വസ്റ്റ്യൻ ആണ്. ദ സൺ ലൈറ്റ് വാം ലീവിങ് യു ടു ദ കോൾഡ് ഡാർക്ക്നെസ് ദാറ്റ് ഈസ് ഡെത്ത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ സണ്ണ്, ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ചൂടൊക്കെ നമ്മളെ വിട്ടു പോകും. എന്തിലേക്ക്? ഒരു ഡാർക്ക്നെസ്സിലേക്ക്. അതാണ് മരണം. ഈ സണ്ണായാലും ആ സണ്ണിൻ്റെ ലൈറ്റായാലും അത് സണ്ണിൻ്റെ ചൂടായാലും ഇതെല്ലാം നമ്മളെ വിട്ടു പോകും. അതാണ് മരണം എന്നാണ് ഇവിടെ ഈ ഒരു ലൈനിൽ സ്പീക്കർ പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിക്കൻസൺ ഒരു പേഴ്സോണിഫിക്കേഷൻ നടത്തുന്നുണ്ട് സണ്ണിനും. ഓക്കെ, ഡിക്കൻസൺ യൂസസ് പേഴ്സോണിഫിക്കേഷൻ അഗെയിൻ ആസ് ഷീ റെഫേഴ്സ് ടു ദ സൺ. സണ്ണിനെയും പേഴ്സോണിഫൈ ചെയ്തേക്കുവാണ് ഡിക്കൻസൺ. ഓക്കെ, ആൻഡ് ദ ഡ്യൂ ഡ്രൂ ക്വയറിങ് ആൻഡ് ചിൽ എന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ സൺസെറ്റ് കോൾഡ് വരുന്നു അല്ലേ. നമ്മുടെ സൺസെറ്റ് കഴിയുമ്പോൾ ഒരു കോൾഡ് വരുന്നു. ബിക്കോസ് ദ സൺ ഹാസ് ഗോൺ ഡൗൺ. സൺ പോയി കഴിയുമ്പോൾ ആ ചൂട് മാറി ഒരു തണുപ്പ് വരുന്നു. ഷീ ഈസ് നൗ ഗെറ്റിംഗ് കോൾഡ് ബിക്കോസ് ഷീ ഈസ് നോട്ട് വെയറിങ് വാംത്ത് ഇൻ എ ക്ലോത്ത്. ഒരു വാമായിട്ടുള്ള ഒരു ക്ലോത്തൊന്നും അല്ല നമ്മുടെ സ്പീക്കർ ധരിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഫോർ ഓൺലി ഗൊസാമർ മീൻസ് വെരി തിൻ മെറ്റീരിയൽ, ലൈറ്റ് മെറ്റീരിയൽ ഡ്രസ്സാണ് ഗൊസാമർ. അതെന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഡ്രസ്സാണ്. ക്രിസ്ത്യൻസിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇതാണ്. ഇറ്റ്സ് എ വെരി തിൻ വെഡ്ഡിങ് ഡ്രസ് ഫോർ ദ സ്പീക്കേഴ്സ് മാരേജ് ടു ഡെത്ത്. അതിനു വേണ്ടിയുള്ള ഒരു വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അവർ മാരേജിനും ഡെത്തിനും ഈ ഒരു സെയിം ഡ്രസ്സാണ് വാഷ് ചെയ്യുന്നത്. ഓക്കെ, ഹെർ ഗൗൺ ഈസ് മെയ്ഡ് ഓഫ് വെരി തിൻ ആൻഡ് ഡെലിക്കേറ്റ് മെറ്റീരിയൽ. വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ വെച്ചാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഗൗൺ തയ്ച്ചേക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ലൈൻ മൈ ടിപ്പറ്റ് ഓൺലി ടൂൾ. ഈ ഒരു ലൈൻ ടിപ്പറ്റ് മീൻസ് സ്കാർഫ്, ആൻഡ് ദാറ്റ് മീൻസ് ദ സ്കാർഫ് ഈസ് ആൻ ഓൾഡ് ഫാഷൻഡ് ഷോൾ. ഓക്കെ, and it is made up of soft material. Tool means soft. And ഈ ഒരു സ്റ്റാൻസ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷീ ഈസ് അണ്ടർ ഡ്രസ് ഫോർ ദിസ് ജേർണിക്ക് വേണ്ടി ഒട്ടും അതിനെ പറ്റിയൊരു ഡ്രസ്സിങ് അല്ലായിരുന്നെന്നായിരുന്നു നമ്മുടെ ഡിക്കൻസൺ പറയുന്നത് സ്പീക്കർ. ആൻഡ് ദിസ് സ്റ്റാൻസ ഓൾസോ സേസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹെർ ചോയ്സ് ആൻഡ് ഷീ വാസ് നോട്ട് പ്ലാനിങ് ദിസ് ട്രിപ്പ് വിത്ത് ദാറ്റ്. ഇത് ഈ ഒരു ട്രിപ്പ്, ഡെത്തുമായിട്ടുള്ളൊരു ട്രിപ്പ് അവരുടെ ഒരു ചോയ്സ് അല്ലായിരുന്നു. അത് അവർ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഈ ടോട്ടലി ഈ സ്റ്റാൻസ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി ഒരു തിൻ ഡ്രസ് ധരിച്ച് തണുത്ത് വിറച്ച് ഡെത്തിനെ മാരി ചെയ്യാൻ നിൽക്കുകയാണ് നമ്മുടെ സ്പീക്കർ. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഓൾഡ് ഫാഷൻഡ് ഡ്രസ്സാണ് സ്പീക്കർ ധരിച്ചിരിക്കുന്നത്. ഒരു വെൽ ഡ്രസ്ഡ് അല്ല. ഈ ഒരു ജേർണിക്ക് വേണ്ടി അത് അത്രമാത്രം നല്ലൊരു ഡ്രസ്സ് അല്ല എന്നാണ് സ്പീക്കർ പറയുന്നത്.
സൺ പാസ് ചെയ്തു എന്ന് പറയുമ്പോൾ സൺ അതിൻ്റെ ലൈറ്റായാലും അതിൻ്റെ ഒരു വാംത്തും എല്ലാം ഉപേക്ഷിച്ച് ഒരു കോൾഡ് ഡാർക്ക്നെസ്, അതായത് ഡെത്തിനെ മാനേജ് ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് സ്പീക്കർ ഇപ്പം. അത് സൺ അതിൻ്റെ ലൈറ്റായാലും വാംത്തും ആയാലും എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഒരു ഡാർക്കിലേക്ക്, ഡെത്തിലേക്ക് വിട്ടിരിക്കുകയാണ് എന്നാണ് സ്പീക്കർ പറയുന്നത്. ലാസ്റ്റ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡെത്തുമായിട്ടുള്ള ഒരു മാരേജ് അല്ല, ഒരു യാത്ര അല്ലെങ്കിൽ ഒരു യാത്ര ഇതൊന്നും അവരൊട്ടും പ്ലാൻ ചെയ്തതല്ല. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഡിക്കൻസൺ നമ്മുടെ സ്പീക്കർ ഉദ്ദേശിച്ചിരിക്കുന്നത്. We paused before a house that seemed a swelling of the ground. The roof was scarcely visible, the corners in the ground. ഈ ഒരു സ്റ്റാൻസ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ പോസ് ചെയ്തു ഒരു ഹൗസിൻ്റെ മുമ്പിൽ. അതെങ്ങനെയാണ് തോന്നിക്കുന്നത്? ഗ്രൗണ്ടിനൊരു സ്വെല്ലിങ് വന്ന പോലാണെന്ന് എന്ന് പറഞ്ഞ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചർച്ചിലൊക്കെ ബോഡി ബറി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ആ ബറിയൽ പ്ലേസാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ അടക്കി കഴിഞ്ഞിട്ട് മണ്ണൊക്കെ ഒരു ഗ്രൗണ്ടിന് മേളിലൊരു കൂന പോലെ വരുമല്ലോ, ചെറിയൊരു കൂന പോലെ. അതാണ് സ്പീക്കർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഏത് പ്ലേസാണ്? ഇറ്റ്സ് എ ഗ്രേവ് യാർഡ്, ഒരു ഗ്രേവ് യാർഡാണത്. ഓക്കെ, അന്നേരം വി പോസ് ബിഫോർ എ ഹൗസ് ദാറ്റ് സീംഡ് എ സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട്, ഒരു ഗ്രേവ് യാർഡാണ്. അന്നേരം ഈ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബറിയൽ പ്ലേസ്, പ്ലേസ് ഓഫ് ബറിയൽ. ഓക്കെ, പ്ലേസ് ഓഫ് ബറിയൽ ആണ് ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ദ സ്പീക്കർ ഈസ് ഗോയിങ് ടു ഡൈ, സ്പീക്കർ ഇവിടെ മരിക്കാൻ പോവുകയാണ്. ആൻഡ് ഡെത്ത് ജസ്റ്റ് ലെഡ് ഹർ ടു ദ ബറിയൽ സ്പോട്ട്. അങ്ങനെ ഡെത്ത് തൻ്റെ ക്യാരേജ് എവിടെ എത്തിച്ചു? ബറിയൽ സ്പോട്ടിൽ എത്തി. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻസറിൽ വി പോസ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നല്ലേ. ഇറ്റ് മാർക്ക് ദ സെക്കൻഡ് സ്റ്റോപ്പ് ഇൻ ദ പോയം. രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഈ ബറിയൽ പ്ലേസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ജോണി വെൻ ദ ഡെത്ത് സ്റ്റോപ്പ് ടു പിക്ക് ദ സ്പീക്കർ. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഡെത്ത് തൻ്റെ ക്യാരേജായിട്ട് വന്ന് സ്പീക്കറിനെ കൊണ്ടുപോകുന്നതായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈ ഒരു ജേണി, എൻഡ് ചെയ്യുന്ന ജേണിയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ അവർ കുറേ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തു. അങ്ങനെ 3 സ്റ്റേജസിലൂടെ പോയി തൻ്റെ ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ്, പിന്നെ ഓൾഡ് ഏജ് എല്ലാം കഴിഞ്ഞ് അവസാനം ഡെത്ത് ക്യാരേജ് നമ്മുടെ ബറിയൽ സ്പോട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഹൗസ് എന്ന് പറഞ്ഞ വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലേസ് ഓഫ് ബറിയലാണ്. സ്വെല്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രേവ് യാർഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ റൂഫ് വാസ് ക്ലിയർലി വിസിബിൾ, ദ കോർണേഴ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ റൂഫ് വാസ് നോട്ട് വിസിബിൾ, മേൽക്കൂരി അങ്ങനെ കാണുവാനേ ഇല്ല. ഇറ്റ്സ് ക്ലിയർലി വിസിബിൾ, ഒട്ടും കാണാൻ മേൽക്കൂരി ഒന്നും വിസിബിൾ ആവുന്നില്ല ഹൗസിൻ്റെ. ആൻഡ് ദ കോർണേഴ്സ് മീൻസ് ornamental work of roof, ornamental work of roof. അതാണ് ദ കോർണേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു വീടിന് നല്ലൊരു മേൽക്കൂരയൊന്നുമില്ല, ഒരു മൺകൂന മാത്രമാണ്. അതിൻ്റെ മേളിൽ ആകെപ്പാട് ഒരു കുരിശും കൂടെ അവർ വെക്കും. അതാണ് അതിൻ്റെ ഒരു റൂഫ് എന്ന് പറഞ്ഞാൽ. ആകെ ഉള്ള ഒരു അലങ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മൾ ബറി ചെയ്യുന്നതിന് മൺകൂനയ്ക്ക് മേളിൽ ഒരു കുരിശും കൂടെ വെക്കും. അത്രേ ഉള്ള ഒരു അലങ്കാരം എന്ന് പറയാൻ. ഇവിടെ അല്ലാതെ ഓർണമെൻ്റൽ റൂഫ് ഒന്നുമില്ല, അലങ്കാരമായിട്ട് ഒന്നുമില്ല. അവരങ്ങനെ അവരുടെ ഫൈനൽ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റാൻസ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ. Since then, the centuries and yet feels shorter than the day I first surmised the horse's head but towards eternity. ഈ ഒരു സ്റ്റാൻസ പറയുന്നതെന്ന് പറഞ്ഞാൽ the poem seems to be telling us റീസെൻറ്റ് മെമ്മറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പാണ്, സെഞ്ച്വറീസ് ബാക്കാണ് സംഭവിച്ചത്. ഫീൽ ഷോർട്ടർ ദാൻ എ ഡേ. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് യെസ്റ്റർഡേ, ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് കുറേ നാൾ മുമ്പ് സംഭവിച്ചതാണ്. പക്ഷേ
സെഞ്ച്വറീസ് ബാക്ക് സംഭവിച്ചതാണ്, പക്ഷേ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. സോ ദ മെമ്മറി റിമെയിൻസ് വിവിഡ് ഫോർ ദ സ്പീക്കറിന് ഈ മെമ്മറി വളരെ വിവിഡായിട്ടാണ് നിൽക്കുന്നത്, വളരെ ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് മെമ്മറീസ് എല്ലാം സ്പീക്കറിന്. ആൻഡ് ദിസ് ഫൈനൽ 2 lines means that I for summers the horse's head were towards eternity. It means that it recalls the very first time speaker encountered the horse drawn carriage. ആ carriageലേക്ക് കയറിയത് വളരെ അത് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ. ഫസ്റ്റ് ടൈം ഹോഴ്സ് കാരേജിൽ കയറിയതും ആൻഡ് ഹാഡ് എ ഫീലിംഗ് ദാറ്റ് ദേ വേ മോർ ദാൻ എ റെഗുലർ ഹോഴ്സസ്. അതൊരു സാധാരണ ഹോഴ്സ് പോലല്ല ഹോഴ്സ് കാരേജ്, ഒരു റെഗുലർ ഹോഴ്സ് കാരേജ് പോലല്ല സ്പീക്കറിന് ആ ഒരു കാരേജിനെ ഫീൽ ചെയ്തത്. ദാറ്റ് ദേ സിഗ്നിഫൈ ഹെർ ജേർണി ടു ദ ആഫ്റ്റർ ലൈഫ്. തൻ്റെ ആഫ്റ്റർ ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാരേജായിട്ടാണ് സ്പീക്കറിന് ഫീൽ ചെയ്തതെന്നും പറഞ്ഞാണ് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ അന്നേരം നമുക്ക് ഈ പോത്തിൻ്റെ ഓവർവ്യൂ ഒന്നുകൂടെ നോക്കാം. ബിക്കോസ് ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ബൈ എമിലി ഡിക്കൻസിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ചാരിയോട്ട് എന്നാണ്. ഇതൊരു ലിറിക്കൽ പോമാണ്, തീം ഡെത്താണ്. ഒരു 6 stanza പോമാണ്. ഓരോ സ്റ്റാൻസായിലും 4 lines വരുന്നു. സോ ടോട്ടൽ 24 line പോയമാണിത്. ആൻഡ് പിന്നെ പറയാനുള്ളത് 2015 വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി, ദിസ് പോം ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഒരു പോത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഹൂ സെഡ് ദിസ്? ഇത് ആരാണ് പറഞ്ഞേക്കുന്നതെന്ന്. ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി, ദിസ് പോം ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹൂ സെഡ് ദിസ്? അലൻ ടാറ്റെ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് HSAക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പോത്തിൽ എത്ര സ്റ്റാൻസേഴ്സ് ഉണ്ടെന്നായിരുന്നു. ആൻഡ് ദ ആൻസർ ഈസ് 6. ഓക്കെ. And okay, thank you, and all that's all about this poem. Thank you.